ശൗലിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കാണാതെ പോയ കഴുതയെ കണ്ടുകിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശമൂവേലെടുക്കൽ ഈ ശൗൽ എത്തിപ്പെടുന്നതും അവിടെ ശമൂവേൽ വെപ്പുകാരനോട് പറയുകയാണ്, നിന്റെ പക്കൽ ഞാൻ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുള്ള. ശൗൽ ഇപ്പോൾ വന്നേ ഉള്ളൂ അല്ലെ, വന്ന് അവരെ കൂടെ ഇരിക്കുന്നില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ശൗൽ വരുന്നുണ്ട് എന്നും ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കണമെന്നും ശമൂവേലിനോട് അരുളപ്പാട് കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ ആർക്ക് പ്ലാൻ ഉണ്ട്? ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അതിന്റെ അല്പം പ്ലാൻ ആർക്കുമുണ്ട്, ഈ ശമൂവേലിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നേരത്തെ പറഞ്ഞു വെച്ച പ്ലാൻ പ്രകാരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് വെപ്പുകാരൻ കൈക്കുറകും അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശൗലിന്റെ മുമ്പിൽ വെച്ചു. നിനക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതാ, തിന്നുകൊള്ളുക നിങ്ങളിൽ. അപ്പൊ ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച പ്രകാരം ശമൂവേൽ അതെടുത്ത് കൊടുത്തു. ഹല്ലേലൂയ. ഒരു ഓഹരി അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഈ ശൗലിന് വേണ്ടിയിട്ട്. ശൗൽ പക്ഷെ ഇത് അറിയുന്നില്ല. ശൗലും അറിയുന്നില്ല, അവിടെ ആരും അറിയുന്നില്ല. ശൗൽ മാത്രമല്ല അറിയാത്തത്, അവിടെ ആർക്കും, വെപ്പുകാരൻ ശമൂവേലിനും ദൈവത്തിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് ശൗൽ വന്ന് അവിടെ സമയമായപ്പോഴത്തേക്ക് അതെടുത്തു, ഇതെടുത്ത് കൊടുത്തു. അപ്പോഴാണ് ശൗല് കാണുന്നത്, ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായി. ഇതുപോലെ തന്നെ മറ്റാരും അറിയാതെ ചിലത് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നത്. ഇന്ന് നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചതുപോലെ നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, പരിശുദ്ധ ഉദ്ദേശിക്കുന്നിടത്ത് നാം എത്തുവാൻ നാം തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, മാറ്റിവെച്ചിരിക്കുന്ന ചിലത് നമ്മെ ഏൽപ്പിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. വലിയ ചിലത് കർത്താവിന് നമ്മുടെ കരങ്ങൾ തരുവാൻ ആഗ്രഹമുണ്ട്. ആമേൻ.